യു പിയിലെ ജനസംഖ്യ 20 കോടിയുടെ മുകളിലുണ്ട്. 13% വോട്ട് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. യു പി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് SIR പ്രോസസ് കഴിഞ്ഞത് ജേർണലിസ്റ്റുകളായി നമ്മൾ പോലും ഓർത്തിരിക്കുന്നില്ല. അതാരും ചർച്ച ചെയ്യുന്നില്ല. അതേക്കുറിച്ച് ആർക്കും ഒരു വേവലാതിയുമില്ല. ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മീഡിയ എടുത്ത് നോക്കിയോ, ബീഹാർ SIRനെ കുറിച്ച് ധാരാളം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ബീഹാർ SIRന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നു. ഒരു റിപ്പോർട്ടേഴ്സ് കളക്ട് ചെയ്യുന്ന ഒരു സംഘം തന്നെ ബീഹാർ SIR എക്സ്റ്റെൻസീവ്ലി കവർ ചെയ്തിരുന്നു. യു പി SIRനെ പറ്റി ഒരു വാർത്തയുണ്ടോ? യു പി കഴിഞ്ഞ ജനുവരി മാസത്തിൽ കഴിഞ്ഞു. ആരും അറിഞ്ഞിട്ട് പോലുമില്ല. യു പിയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ബംഗാളിലോ ബീഹാറിലോ കേരളത്തിലൊന്നും അല്ല, യു പിയിലാണ് ഏറ്റവും കൂടുതൽ. അതായത് യു പിയിലെ ജനസംഖ്യ 20 കോടിയുടെ മുകളിലുണ്ട്. 13% വോട്ട് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. 13% എന്ന് പറഞ്ഞാൽ 2.89 കോടി മനുഷ്യരെ അവിടെ നിന്ന് വോട്ടർ ലിസ്റ്റ് മാറ്റി. ഒരു ഞെട്ടലുമില്ല, ഒരു വേവലാതിയില്ല, ഒരു പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു പ്രശ്നമില്ല, ഒരു റിപ്പോർട്ടിങ്ങും ഇല്ല. ആരും അതിനെപ്പറ്റി ഓർക്കുന്നു. 2.89 കോടി എന്ന് പറഞ്ഞാൽ 13% വോട്ട്. അതായത് അവിടെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് വരുമ്പോൾ 2.89 കോടി വോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ അവിടെ 2.03 കോടി വോട്ടർമാർ, അത് കൂടുതലായി ചേർത്ത് കൂടി കഴിച്ചാൽ അത്രയും വോട്ടർമാരെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഏറ്റവും കൂടുതൽ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് മീററ്റ് ജില്ലയിലാണ്. മീററ്റ് ജില്ലയിലാണ്ട് 6 ലക്ഷം വോട്ടാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കാം, മീററ്റ് ജില്ലയിൽ മാത്രം 6 ലക്ഷത്തിലധികം വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മീററ്റ് ജില്ലയുടെ പ്രത്യേകത അറിയാം, അത് മുസ്ലിം ഡൊമിനൻ്റ് ജില്ലയാണ് കൂടിയാണ്. ഡൊമിനൻ്റ് മീൻസ് മുസ്ലിം ഭൂരിപക്ഷമല്ല, മുസ്ലിം ജനസംഖ്യ വളരെ പ്രധാനപ്പെട്ട അസംബ്ലി മണ്ഡലങ്ങൾ അവിടെയുണ്ട്. അവിടെയാണ് അടുത്ത യു പി തെരഞ്ഞെടുപ്പ് എന്താകും എന്ന് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്.